ആസ്മ അറ്റാക്ക് രണ്ട് മൂന്ന് രീതികളിൽ വരാം. ഒന്ന്, ഒരു മൈൽഡ് അറ്റാക്ക് വരാം, ഒരു ചുമയാവും, ചെറിയൊരു ശ്വാസമുട്ട് പോലെ വരും. നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ അത് നെബുലൈസേഷനോ അല്ലെങ്കിൽ ഇൻഹേലർ, കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്താൽ ഒരു 2-3 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതങ്ങ് കുറയും. രണ്ടാമത്തത് കുറച്ചുകൂടെ സിവിയറായിട്ട് വരും. നമുക്ക് വീട്ടിൽ വെച്ച് നെബുലൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ഓക്സിജൻ വെച്ചുള്ള മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ നെബുലൈസേഷൻ കൊടുക്കുന്നത്. ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുന്നതായിരിക്കും സേഫ്. കുറച്ചും കൂടെ സിവിയർ ഫോം എന്ന് പറയുന്നത് വെച്ചാൽ ഓക്സിജൻ സാച്ചുറേഷൻ കുറഞ്ഞു പോകുന്ന രീതിയിൽ. ഓക്സിജൻ്റെ സാച്ചുറേഷൻ നമ്മളൊരു 98-99 വേണ്ടത് 92ൻ്റെ താഴെ പോവുക, അതിനോടെ ശ്വാസം വലിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ആ കുട്ടി ശ്വാസം എടുക്കുന്നത് ഭയങ്കര എഫേർട്ട് ഇട്ടിട്ടായിരിക്കും ശ്വാസം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ആ കുട്ടിയുടെ ഓക്സിജൻ ആ കുട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ കുറച്ച് അത് അങ്ങോട്ട് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും കുട്ടി ടയർഡാവും, ഫെറ്റീഗായി പോകും. ഫെറ്റീഗ് ആകുമ്പോഴത്തേക്കും ശ്വാസം പതുക്കെ നിൽക്കും, സ്ലോ ആയി പോകും, പെട്ടെന്ന് ഓക്സിജൻ ഡിപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ആ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു നെഞ്ച് കുഴിയുന്ന രീതിയിൽ, ശ്വാസം കൂടുതൽ വലിക്കുന്ന രീതിയിൽ, സ്പീഡിൽ വലിക്കുന്ന രീതിയിൽ അങ്ങനൊരു അവസ്ഥ കാണുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. ചെറിയൊരു ചുമ, ചെറിയൊരു ശ്വാസം മുട്ട് നമുക്ക് വീട്ടിൽ വെച്ച് നെബുലൈസ് ചെയ്യാം. ആസ്മ ശ്വാസം മുട്ടിന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻഹേലേഴ്സാണ്. ഏറ്റവും സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മരുന്ന് ഇൻഹേലേഴ്സാണ്. ആൾക്കാർക്കുള്ള പേടി എന്താണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റിറോയിഡാണ്. അയ്യോ ഡോക്ടർ സ്റ്റിറോയിഡ് ആണല്ലോ, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അടിക്കേണ്ടി വരുമോ, ഇങ്ങനെയൊക്കെയുള്ളതാണ് സംശയങ്ങൾ. അപ്പോൾ സ്റ്റിറോയിഡ് ആണെങ്കിൽ നമ്മളത് കൊടുക്കുന്നത് വളരെ ചെറിയൊരു ഡോസിലാണ്. നമുക്ക് ആ വേണ്ട സ്ഥലത്ത് മാത്രം അത് എത്തിക്കുക. അങ്ങനെയാണ് നമ്മൾ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഹേലേഴ്സാണ് നമുക്ക് ഏറ്റവും സേഫ്. ചെറിയൊരു ഡോസ് നമുക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം എത്തിക്കുന്നു. അതാണ് അതിൻ്റെ ഗുണം. മാത്രമല്ല അത് നമ്മൾ ജീവിതകാലം ഉപയോഗിക്കുന്ന ഒരു സാധനമല്ല. ആ നല്ലൊരു കൺട്രോൾ കുറച്ച് മാസങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പതുക്കെ അതിനെ കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. ലൈഫ് ലോങ് യൂസ് ചെയ്യുന്നതല്ല ഇൻഹേലേഴ്സ്. അപ്പോൾ ഏറ്റവും സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നത് ഇൻഹേലേഴ്സാണ്.